Balti, directed by Unni Shivalingam, produced by Santosh T. Kurivila and Binu George Alexander രണ്ടുപേരുണ്ട്. പിന്നെ സിനിമാറ്റോഗ്രഫിയിലോട്ട് വരുമ്പോൾ അലക്സ് ജെ പുള്ളിക്കലാണ്. പുള്ളിയാണ് മറ്റേ ആക്ഷൻ ഹീറോ ബിജു ഒക്കെ സിനിമാറ്റോഗ്രഫി ചെയ്തത്. പിന്നെ മ്യൂസിക്കിലോട്ട് വരുമ്പോൾ ഓരോ സീനിലെയും മ്യൂസിക്കും ഓരോ സീനിലോട്ട് നല്ല ബ്ലെൻഡായി പോകുന്നത് നമുക്ക് നല്ല ഫീൽ ചെയ്ത് അറിയാൻ പറ്റും. ഓരോ ഫൈറ്റ് സീക്വൻസിലും എല്ലാം നമുക്ക് നല്ലപോലെ അറിയാൻ പറ്റും. അത്രയും നല്ല മ്യൂസിക്കായിരുന്നു. മറ്റേ പുള്ളിക്കാരനല്ല, മറ്റേ ചെറുക്കൻ ആപ്പടി 20 വയസ്സേ ഉള്ളൂ. മറ്റേ പെസ ലൈറ്റ ആസ കൂടെ ആ പാട്ട് കമ്പോസ് ചെയ്ത സായി അബിൻകർ. അപ്പോൾ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2.25 മണിക്കൂറോളം നല്ല കിടിലം പടം. ഒരു മടുപ്പില്ല, ഒരു ലാഗും ഇല്ല, സമയം പോകുന്ന അറിയത്തേ ഇല്ല. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷെ എന്നാൽ ബെസ്റ്റ് എന്ന് പറയാനും പറ്റത്തില്ല, ആവറേജ് എന്നും പറയാനും ബാഡ് എന്നും പറയാൻ പറ്റത്തില്ല. ആവറേജിൻ്റെ മുകളിൽ എന്നാൽ ബെസ്റ്റിൻ്റെ തൊട്ട് താഴെ നല്ലൊരു പടമാണ്. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. പിന്നെ റോൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അൽഫോൺസ് പുത്ര ഉണ്ട്, നമ്മുടെ പ്രേമത്തിൻ്റെ ഡയറക്ടർ. പുള്ളി ഒരു നെഗറ്റീവ് റോളുണ്ട്. പുള്ളി നല്ല സൂപ്പറായിട്ട് ചെയ്തു. പുള്ളിയുടെ ഇൻട്രോ ഇച്ചിരി ഫണ്ണി ആയിട്ടുള്ള ഇതായിരുന്നു. ഇച്ചിരി തിയേറ്റർ മൊത്തം ചിരിച്ചായിരുന്നു, നല്ല രസമായിരുന്നു പുള്ളിയുടെ ഇൻട്രോ. പിന്നെ വരുവാണെങ്കിൽ പൂർണ്ണിമ ഇന്ദ്രജിത്തുണ്ട്, പിന്നെ സുചിത്ര ഉണ്ട്, നമ്മുടെ ഫോർമർ ബിഗ് ബോസ് കണ്ടസ്റ്റൻറ്റ്. പിന്നെ ഈ സിനിമ കുറച്ച് കബഡി ബേസ്ഡാണ്. കബഡി എന്ന് പറയുമ്പോൾ സാധാരണ നമ്മുടെ ജോസേട്ടൻസ് പൂരത്തിലെ കബഡിയല്ല, അല്ല പ്രോ ഇന്ത്യൻ ലെവൽ കബഡി. അത് നല്ല ഇന്ന് ഷെയ്നിക ഒരു കബഡി പ്ലെയറാണ്. പിന്നെ ഇടി എന്ന് വെച്ചാൽ നല്ല കിൻഡൽ ഇടിയുണ്ട്, നല്ല കിണ്ണം കച്ച സാധനം. അതെന്ന് വെച്ചാൽ ആ മ്യൂസിക്കുമായിട്ട് അത് ബ്ലെൻഡ് ആകുമ്പോൾ ഉള്ള ഒരു ഫീലുണ്ട്. എന്ന് വെച്ചാൽ നല്ല ഇടിയെന്ന് വെച്ചാൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഇടി, അല്ലാത്തൊരു ഇടിയല്ല. പക്ഷെ നമ്മൾ RDX ലെവൽ ആ ഇടിയൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കില്ല. ഇടി കിണ്ണം കച്ച ഇടി. പിന്നെ ഇത് വേറെ ഒരു എനിക്ക് തോന്നിയത്, എനിക്ക് മാത്രം തോന്നിയാണെന്ന് എനിക്കറിയത്തില്ല, നീലനിലവേ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടായിരുന്നു RDX അതിന് മുന്നേ പ്രപ്പോസൽ സീനും അതൊക്കെ ഉണ്ടായിരുന്നു. അത് ആ പ്രപ്പോസൽ കഴിഞ്ഞിട്ട് ആ പാട്ടിലോട്ട് പോകുമ്പം നല്ലൊരു ഫീൽ ഉണ്ടായിരുന്നു. അതേപോലെ ഒരു കാര്യം ഇതിലുണ്ടായിരുന്നു. നമ്മുടെ ജാലകാരിമായ ആ പാട്ടിന് മുന്നേ അതുപോലെ ആ പാട്ടിന് മുന്നേ ഇവിടെ ഒരു പ്രപ്പോസൽ സീനുണ്ട്. പ്രപ്പോസൽ എന്ന് പറയാൻ പറ്റും. പ്രപ്പോസൽ സീനുണ്ട്. ആ പ്രപ്പോസൽ സീൻ കഴിഞ്ഞിട്ട് ഇത് വരുമ്പോൾ നല്ല ഫീൽ കിട്ടും. പക്ഷേ എനിക്കിത് രണ്ടും അങ്ങോട്ട് കമ്പയർ ആയി. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എനിക്ക് നല്ല കമ്പയർ ആയി. പിന്നെ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫാണ് എനിക്ക് ഫസ്റ്റ് ഹാഫ് കുറച്ച് മേളിൽ നിൽക്കുന്നതായിട്ട് തോന്നി. സെക്കൻഡ് ഹാഫ് ബാഡ് എന്നല്ല, ഫസ്റ്റ് ഹാഫിനെ കമ്പാരിറ്റീവ്ലി ഇച്ചിരി താഴെയായിരുന്നു. പക്ഷേ ത്രൂ ഔട്ട് ദ ഫിലിം നമുക്ക് നല്ലപോലെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റും. സെക്കൻഡ് ഹാഫ് കുറച്ച് ഇമോഷണലാണ്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് നല്ലപോലെ കണ്ടിരിക്കാം. നമുക്ക് കണക്റ്റ് ആവും, ഇമോഷണൽ സീൻസൊക്കെ നമുക്ക് കണക്റ്റ് ആവാൻ പറ്റും. പിന്നെ ഫസ്റ്റ് ഹാഫ് ഇൻ്റർവെൽ പഞ്ച്, അവിടെ ഒരു ഫൈറ്റ് ഉണ്ട്, അത് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യല്. നല്ല കിണ്ണം കാച്ചി എന്ന് വെച്ചാൽ ഇൻ്റർവെല്ലിൽ നിർത്തുന്ന ക്ലാസിക്കായിട്ട് അവിടൊക്കെ കൈയടിച്ച് നമ്മൾ ചില സിനിമയൊക്കെ കണ്ടിട്ട് കൈയടിച്ചിട്ടുണ്ടല്ലോ, അതുപോലെ നമുക്ക് ഇൻ്റർവെല്ലിന് കൈയടിക്കണം. അതുപോലത്തെ ഒരു സീനുണ്ട്, ഇൻ്റർവെൽ പഞ്ച് എന്ന് വെച്ചാൽ നിർത്തുന്നു. പിന്നെ അത്രേ ഉള്ളൂ. നിങ്ങളെ സിനിമ ആണ് ഇത്. ബേസിക്കലി പേഴ്സണലി എൻ്റെ അഭിപ്രായം മാത്രമാണ്. നിങ്ങൾക്ക് ഇത് എങ്ങനെ ആയിരിക്കും എന്ന് എനിക്കറിയത്തില്ല. ഫോർ മീ ഇറ്റ് വാസ് വെരി ഗുഡ്. സോ നിങ്ങളും പോയി കാണൂ, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. പിന്നെ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.